ഹായ് മകളെ, പ്രത്യേകിച്ച് ഒരു സെറ്റപ്പും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ വീഡിയോ എടുക്കലാണ്. അങ്ങനെ എടുത്തെടുത്ത് ഉണ്ടാക്കിയതാണ് ആ കാണുന്ന യൂട്യൂബ് പ്ലേ ബട്ടൺ. നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ, കൂട്ടുകാരന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലൂടെ 100K എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. 50K കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്നതിനോടൊപ്പം തന്നെ എനിക്ക് 100K, അതാണ് നമ്മുടെ സ്വപ്നം. സോ നേരെ ഞാനൊരു കിഡിലം ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. Consider the sequence of all 3-digit numbers. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7. 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ്. 7ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാടാ? നമുക്കറിയാം 7, 14, 21. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് 98 വരെ എഴുതാൻ പറ്റും. അത് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. 10, 7, 70 നമുക്കറിയാം. 77, 84, 91, 98 പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 98 ഇതിൻ്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്. നമ്മൾ ചോദിച്ചെന്താ? ഫൈൻഡ് ദ സീക്വൻസ് ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7. 3 ഡിജിറ്റ് ആണ് ചോദിച്ചത്. സോ 98 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 105. സോ ഫസ്റ്റ് 3 ഡിജിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 105. ഈസി ബീസി. ഇനി ലാസ്റ്റ് 3 ഡിജിറ്റ് കിട്ടണം. നമുക്കറിയാം ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് ഏതാ? 999. അതിനെ 7 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 2. അപ്പോൾ 29, 4, 28, 19. 19, 2, 7, 14. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ശിഷ്ട 5 വരും. അപ്പോൾ ഈ കാണുന്ന 5 0 ആണെങ്കിൽ മാത്രമേ 7ൻ്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. ഇപ്പോൾ 14 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. അപ്പോൾ 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടും. അപ്പോൾ ഇത് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് 2 കൂട്ടിയാൽ എന്തായി? ഇവിടെ 2 കൂടും. 1001 എന്ന് പറഞ്ഞത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 അങ്ങ് ഒഴിവാക്കണം. 5 കുറയ്ക്കും. 999 5 കുറച്ചാൽ 994. അപ്പോൾ ഇതിൻ്റെ അവസാന പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 994 ആണ്. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ആൻഡ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യം, ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എത്ര ടേംസ് ഉണ്ട് മക്കളെ? എന്നെ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് അതിൻ്റെ പൊതു വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം 1 ഇടുക എന്നുള്ളത്. ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചോളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. അവസാന പദം എന്ന് പറഞ്ഞാൽ 994, ആദ്യ പദം എന്ന് പറഞ്ഞാൽ 105. അതിനെ കോമൺ ഡിഫറൻസ് അഥവാ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +1 ഇടുക. അങ്ങനെ ആൻസർ കിട്ടാം. 994 105 കുറച്ചാൽ എന്ത് കിട്ടും? പക്ഷേ ഇതാണ് ഇപ്പോൾ പ്രശ്നം. 994 100 കുറച്ചാൽ എത്രയാണ്? 894. 894 5 കുറച്ചാൽ എത്രയാണ്? 889 അല്ലേ? 889 7 +1. നോക്കട്ടെ കേട്ടടാ, ഇതൊക്കെ ആ പ്രശ്നം. 7 ഒരു 7 18 2 7 14 49 127. അപ്പം 127 കിട്ടും. സോ 127 +1 ദാറ്റ് ഈസ് 128. അതായത് ഇവിടെ എത്ര പദങ്ങളുണ്ട്? എത്ര 3 ഡിജിറ്റ് ഉണ്ട്? 128 പദങ്ങളുണ്ട്. 128 പദങ്ങൾ. അടുത്തത് എല്ലാ പദങ്ങളുടെ തുക. ടാസ്ക്. എല്ലാ പദങ്ങളുടെ തുക കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? എല്ലാ പദങ്ങളും എന്ന് പറഞ്ഞാൽ S 128 ആണ്. 128 പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? 128/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യം എന്ന് പറഞ്ഞാൽ 105. ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പം 128ൻ്റെ പകുതി 64. 64 ഇൻറ്റു 994 100ഉം 1094. 1094 5ഉം 1099. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. എത്ര നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത്രയധികം ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ എല്ലാ SSC ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുക. കിഡ്ലനായിട്ടുള്ള ഐഡിയകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.